Welcome to RK's Stories. സേറയുടെ ഉത്തമഗീതം ഭാഗം 5. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. എങ്ങനെയുണ്ട്? മെലോബേബ്സിന്റെ രണ്ടാമത്തെ നിലയിലെ ഹാളിൽ ഓഡിഷന് വേണ്ടി നിരന്നിരിക്കുന്ന പെൺകുട്ടികളെല്ലാം നോക്കി മാതാവേ, പാടുമ്പോ ഇവരുടെയൊക്കെ പിച്ച് മാറിപ്പോയേക്കണേ, അവിടെ കത്തിച്ച മെഴുതിരികളിൽ 3-4 ഇതിലേക്ക് വരവെച്ചേക്കണേ എന്ന് മാതാവുമായിട്ടൊരു ഉടമ്പടിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലായോണ്ട് ആനിന്റെ ആ ചോദ്യം ഞാൻ കേട്ടില്ല. എടി എങ്ങനെയുണ്ടെന്ന്? പ്രശ്നമാണ് മോളെ, ഞാൻ നെടുവീർപ്പിട്ടു. അത്രക്ക് മോശമെന്നോ? അവളുടെ കണ്ണുകളിൽ നിരാശ. പിന്നെ അല്ലാതെ എത്ര എണ്ണങ്ങളാ നിരന്നിരിക്കുന്നേ നോക്കി. ഇതുങ്ങൾക്കൊക്കെ ഒന്നും വേറെ ഒരു പണിയില്ലേ? ഓഡിഷൻ എന്ന് കേട്ടാ കെട്ടിയെടുത്തോളും. എന്റെ ആത്മരോഷം കണ്ട് അവള് കണ്ണുകൾ ചുളിക്കുന്നു, നിവർത്തുന്നു, വീണ്ടും ചുളിക്കുന്നു. നീ എന്തോന്നാ ഈ പറയുന്നേ? നീ ചോദിച്ചതിന്റെ ഉത്തരം. ഇത്രയും പിള്ളേരുള്ളപ്പോ സെലക്ഷന് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാ മോളെ. ആ, ഞാനൊരാളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എന്റെ പ്രതീക്ഷ മാതാവിലായിരുന്നു. ഇടി, ഞാൻ ചോദിച്ചതിന്റെ കവിത എങ്ങനെയുണ്ടെന്നാ? കവിത ആന്ന്, ഇന്നലെ കായലി കണ്ടപ്പോ തോന്നിയ കവിതയാ ഇപ്പൊ ചൊല്ലിയത്. നീ കേട്ടില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഒരു കവിത കേൾക്കേണ്ടി വരുമെന്ന്. സോറി ഡി, ഞാൻ ചിന്തപ്പുറത്തായിരുന്നുകൊണ്ട് കേട്ടില്ല. സാരമില്ല, നോം ക്ഷമിച്ചിരിക്കുന്നു എന്ന മട്ടില് അവൾ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് പതിഞ്ഞ സ്വരത്തില് കവിത വീണ്ടും ചൊല്ലി. കരിനീല രാവിൽ നിലാവിൽ വെള്ളി പുതച്ചുറങ്ങും ഈ കായൽ തീരം, കുളിർക്കാറ്റിലാടും ചെറുവോളങ്ങളിൽ മയങ്ങുന്നു മെല്ലെ ഈ സ്വപ്നരാത്രി. അരേ വാ, ഇനി പ്രോത്സാഹിപ്പിച്ചില്ലെന്ന് വേണ്ട. അതോടെ അവള് കസേര എന്റെ നേരെ അല്പം കൂടി അങ്ങ് തിരിച്ചിട്ടു. നിലാവിന്റെ പാലൊളി പൊട്ടുപോൾ ചിതറുമീ. ആവേശം ലേശം കൂടിയിരിക്കണ കുട്ടിക്ക്. അതിന്റെ ഓളം അവളുടെ ശബ്ദത്തിലുണ്ട്. അടുത്തിരിക്കുന്ന ചിലരൊക്കെ നോക്കാൻ തുടങ്ങിയതോടെ ഞാൻ അവളുടെ കാലിലൊന്ന് ചവിട്ടി. ബാക്കി നമുക്ക് പോണ വഴിക്ക് ചൊല്ലാടി. അതത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാത്ത മട്ടി നോക്കിയെങ്കിലും കവിയത്രി അടങ്ങി. കണ്ണുകൾ അടച്ച് അവൾ അടുത്ത വരികൾക്കുള്ള ആലോചനയിലായതോടെ ഞാൻ വീണ്ടും മാതാവിന്റെ അടുത്ത് പുതിയ പുതിയ ഓഫറുകൾ അങ്ങ് നിർത്താൻ തുടങ്ങി. കാര്യം പറയുകയെന്ന് അവൾ നല്ല അസലായിട്ട് കവിത എഴുതുകയും അത് ട്യൂൺ ചെയ്ത് പാടുകയും ചെയ്യും കേട്ടോ. പക്ഷെ ഇതിപ്പോ ആസ്വദിക്കാൻ പറ്റാത്ത സന്ദർഭമായിപ്പോയി. അതിനിടയ്ക്ക് പേര് വിളിക്കുന്നതനുസരിച്ച് ഓരോരുത്തരായി എഴുന്നേറ്റ് അകത്തേക്ക് പോകുന്നുണ്ട്. പോയവരൊക്കെ അല്പസമയം കഴിയുമ്പോൾ ആത്മവിശ്വാസത്തോടെ ചിരിച്ചും കൊണ്ട് തിരികെ വരുന്നുണ്ട്. പറയുമ്പോ ഉള്ളത് പറയണമല്ലോ. അവരുടെ ആ ആത്മവിശ്വാസം കാണുന്നതനുസരിച്ച് എന്റെ ആത്മവിശ്വാസം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറയുന്നുണ്ട് കേട്ടോ. ഇതിനോടൊക്കെ അറിയാവുന്ന വള്ളികളിലോട്ടൊക്കെ എന്റെ ഒക്കെ നേർച്ചകൾ പോയി കഴിഞ്ഞേ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇറങ്ങി വരുന്നവരോടൊക്കെ അടുത്തിരിക്കുന്ന മറ്റുള്ളവർ ചോദിക്കുന്നുണ്ട്. ഓ, കുഴപ്പമില്ലായിരുന്നു, അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ പാടാൻ പറഞ്ഞേ? മെലഡി, ക്ലാസിക്കൽ, എല്ലാം. കുറെ നേരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേട്ടിരുന്നതോടെ നേർച്ചകളുടെ ലിസ്റ്റ് എടുക്കുന്നത് അവസാനിപ്പിച്ച് ഞാൻ ആനിനെ നോക്കി. അവളെപ്പോഴും കസേരയിൽ മലർന്നു കിടന്ന് എന്തോ ഉരുവിടുന്നുണ്ട്. കൂട്ടത്തില് കവിതയ്ക്ക് മ്യൂസിക്കും കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വിരലുകൾ കൊണ്ട് താളവും പിടിക്കുന്നുണ്ട്. ഡി, ഞാൻ അവളെ തോണ്ടി. അവള് കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി. പോയാലോ? എന്തു പറ്റി? ഓ, കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരൊക്കെ കണ്ടില്ലേ, എന്താ ചിരി. അതിന് നിനക്കെന്താ? അവര് ചിരിക്കട്ടേടി. നീ പോയി അങ്ങ് പാട്. കിട്ടിയ കൂട്ടി, ഇല്ല ചട്ടി, അത്രേ ഉള്ളൂ. എന്നെ ഉപദേശിച്ചിട്ട് അവള് വീണ്ടും കവിതയുടെ ട്യൂൺ നോക്കാൻ തുടങ്ങി. അതോടെ എനിക്കും അല്പസ്വല്പമൊക്കെ ഒരാശ്വാസമൊക്കെ കിട്ടി കേട്ടോ. എന്ത് പാടണം എന്ന് ആലോചിക്കുന്നതിനിടയില പെട്ടെന്ന് എന്റെ തലയിൽ ഒരു ബൾബ് തെളിഞ്ഞത്. വെറൈറ്റി. അവൾക്കും കൂടി കേൾക്കാൻ പാകത്തിനാ ഞാനത് പറഞ്ഞത്. എടി, നിന്റെ ഈ കവിത ഇപ്പൊ ട്യൂൺ ചെയ്ത് തരാവോ? ഫ്രീ സ്റ്റൈല് പറയുകയെന്ന് ഞാൻ അതങ്ങ് പാടിയല്ലോ. എന്റെ തലയിൽ കത്തിയ ബൾബ് അവളുടെ കണ്ണുകളിലും തെളിഞ്ഞു. അതൊരു നല്ല ഇതാ. പറഞ്ഞതിനൊപ്പം അവൾ അവിടെ പേര് വിളിക്കാനിരിക്കുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി ഒരു കടലാസം വാങ്ങിച്ചോണ്ട് വന്നു. അത്രയും നേരം ചൊല്ലിക്കൊണ്ടിരുന്ന കവിത അവൾ ആ കടലാസിലേക്ക് പകർത്തിയിട്ട് എന്റെ നേർക്ക് നീട്ടി. ഏകദേശം ഒരു 20 വരിയോളം ഉണ്ട്. പാട്ട് പോലെ പാടാനായിട്ടേ ഞാനല്പം മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ട്യൂൺ ഞാനൊന്ന് മൂളിത്തരാം. അതും പറഞ്ഞിട്ട് അവൾ കസേര അടുത്തേക്ക് അല്പം കൂടി അടുപ്പിച്ചിട്ടു. പിന്നീട് അവിടെ ഇരുന്ന സമയം കൊണ്ട് അവൾ അതിന്റെ ട്യൂൺ മനസ്സിലാക്കി തന്നു. കുഴപ്പമില്ല, പാടാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം സംഗതികളൊക്കെ ഉണ്ട്. ഇതുവരെ കേൾക്കാത്തൊരു പാട്ടാവുമ്പോ അവർക്കും നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ. ഏത്?
പാടാൻ ഉദ്ദേശിച്ചിരുന്ന പാട്ടുകൾക്കൊപ്പം ഇതുകൂടി പാടാൻ തീരുമാനിച്ച് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കൈകൊടുക്കുമ്പോഴേക്കും അവിടെ ഇരുന്ന കൊച്ച് എന്റെ പേര് വിളിച്ചു. സേറ വില്യംസ്. ദേ കിടക്കണ ആത്മവിശ്വാസം. ആ പറഞ്ഞ സാധനം എന്റെ കയ്യിൽ നിന്ന് പോയെന്ന് എന്റെ മുഖത്ത് ഇളി കണ്ടപ്പോ തന്നെ അവൾക്ക് മനസ്സിലായി. എങ്കിലും അവൾ എനിക്ക് വിജയാശംസകളൊക്കെ നേർന്നു കേട്ടോ. ബാക്കി ഇരിക്കുന്നവരുടെ കണ്ണുകൾ എന്റെ നേർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ ആ പെൺകുട്ടി കാണിച്ചു തന്ന മുറിയിലേക്ക് കയറി. വലിയൊരു ഹാളായിരുന്നു അത്. അതിന് പിന്നിലെ ചുമരില് മെലോ വേവ്സ് എന്ന പേര് ഒരു ലോഗോ പോലെ പ്രത്യേകം ഡിസൈനിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് അതാ. വലതുവശത്തായിട്ട് ഒരു കസേരയിൽ അൽഫോൻസാർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചേർന്ന് 2 കസേരകളിൽ നല്ല സൈസുള്ള ഒരു യുവാവും പിന്നെ ഒരു യുവതി ഇരിപ്പുണ്ട്. അതുകൂടാതെ മുന്നിൽ പല വിധത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അത് വായിക്കുന്നവരും ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചതേ ലീഡ് ഗിറ്റാറും പിടിച്ചിരിക്കുന്ന ഒരുത്തനെയാ. ഗിറ്റാർ ട്യൂൺ ചെയ്യുന്ന അയാളുടെ ബ്രൗൺ നിറത്തിലുള്ള നീണ്ട മുടി മുഖം മറഞ്ഞങ്ങ് കിടക്കുന്നു. എന്താ പേര്? അൽഫോൻസാറാ ചോദിക്കുന്നേ. സേറ വില്യംസ്. ഞങ്ങളുടെ സ്റ്റേജ് ഷോകൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല, ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉവ്. ശരി, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് ആദ്യം ഒന്ന് പാടാമോ? സർ, എന്റെ കൂട്ടുകാരി എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട്, അത് പാടട്ടെ? വെരി ഗുഡ്, പാടിക്കോളൂ. ഞാൻ കവിത എഴുതിയിരുന്ന കടലാസ് കയ്യിലേക്ക് എടുത്തു. കാണാതെ പാടാൻ അറിയില്ലേ? സർ, അവളിപ്പോ അവിടെ ഇരുന്നപ്പോ എഴുതുന്നതാ. ഇപ്പോൾ എഴുതിയതോ? അൽഫോൻസ് സാറിന്റെ കണ്ണുകളിൽ നേരെ അത്ഭുതം തെളിഞ്ഞത് കണ്ടതോടെ കുറച്ചു മുന്നേ കയ്യിൽ നിന്ന് പോയ ആത്മവിശ്വാസം തിരികെ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസിനെ മനസ്സിൽ സ്മരിച്ച് വെച്ച അങ്ങോട്ട് കാച്ചി. തബലയും കീബോർഡും ഗിറ്റാറും ഒക്കെ പാടുന്നതനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതും എനിക്കൊരു അത്ഭുതമായിരുന്നു. ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ടിന് താളമോ ലയമോ മാറാതെ ഒഴുകി വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. മുന്നിലിരിക്കുന്നവരൊക്കെ ജഗജലികളാണെന്ന് എനിക്ക് മനസ്സിലായി. പാടി തീർന്നതും ആദ്യം കൈയടിച്ചത് അൽഫോൻസ് സാർ തന്നെയായിരുന്നു. ഇത് ഏത് രാഗമാണെന്ന് അറിയാവോ? ശിവരഞ്ജിനി. വെരി ഗുഡ്. ഇനി മറ്റുള്ള ഭാഷകളിലുള്ള ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടാമോ? അലക്സ് വാറിന്റെ ഓർഡിനറിയും പിന്നെ ഒരു ഹിന്ദി പാട്ടും അതിനു പുറകെ ഒരു തമിഴ് പാട്ടും പാടി ഞാൻ നിർത്തി. അത് കഴിഞ്ഞതും അൽഫോൻസ് സാറിന്റെ തൊട്ടടുത്തിരുന്ന ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ഒരു ക്ലാസിക്കൽ സോങ് കൂടി പാടി. എന്നിട്ട് അഭിപ്രായം അറിയാൻ ഞാൻ അൽഫോൻസ് സാറിനെ നോക്കി. അദ്ദേഹം തൊട്ടടുത്തിരുന്ന ആ 2 പേരോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ ലീഡ് ഗിറ്റാറും പിടിച്ചിരിക്കുന്ന ആ നീണ്ട മുടിക്കാരന് നേർക്ക് നോക്കി. ഏതർ, എന്താ നിന്റെ അഭിപ്രായം? അയാള് മുഖം ഉയർത്തി മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന മുടിയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് എന്നെ ഒന്ന് നോക്കി. അങ്ങോട്ട് കയറി ചെന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാ ഞാൻ ആ മുഖം ശരിക്കൊന്ന് കാണുന്നതേ. എന്നെ നോക്കുന്ന ആ കണ്ണുകളിലായിരുന്നു എന്റെ ശ്രദ്ധ മുഴുവൻ. 2 വെള്ളാരം കണ്ണുകള്. ഇന്ത ഐസ് ഞാൻ എങ്കയോ പാത്ത മാതിരി. എവിടെ വെച്ചാ അത്? അതും ഓർത്തുകൊണ്ട് അയാളെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാ കൂട്ടം കൊണ്ട് തലക്കടിച്ചതുപോലെ അയാളുടെ വാക്കുകൾ ചെവിയിലേക്ക് വിടത്. പോരാ സാർ. ചിരി ഒരു വശത്തേക്ക് കോടിപ്പോയി. വേണമെങ്കിൽ അതിനെ പുച്ഛമെന്ന് പറയാം. എണ്ടി ഇത്രയും നല്ല പാട്ടൊക്കെ പാടിയിട്ട് അവനെ പോരെന്ന് ആരുടെ ഇവൻ? അങ്ങനെ എഴുന്നേറ്റ് അൽഫോൻസ് സാറിനെ നോക്കി തൊഴുതു. പുള്ളിക്കാരന്റെ തൊട്ടടുത്തിരിക്കുന്നയാള് ഇലക്ട്രിക് ഡ്രംസിന്റെ മുന്നിരിക്കുന്നയാളോട് കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഇയാൾ പുറത്ത് വെയിറ്റ് ചെയ്യട്ടോ, പറയാം. ഞാൻ തല കുലുക്കിയിട്ട് പുറത്തേക്കിറങ്ങി. പോകും വഴി ഒന്നുകൂടി ഞാൻ ആ വെള്ളാരം കണ്ടുള്ളവനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്നാലും എവിടെ വെച്ച ആ ഒരു ചിന്തയോടെയാ ഞാൻ പുറത്തേക്കിറങ്ങിയത്. എന്നെ കണ്ട ഉടനെ ഞാൻ ചാടി വന്നു. എന്തായി? ഇടീ ആ കണ്ണുകള്. ഞാൻ താടിക്ക് കയ്യും വെച്ച് നിന്നു. കണ്ണുകളോ? അവള് മിഴിച്ചു നോക്കി. അതേടി, അവിടെ ഉണ്ടായിരുന്ന ഒരുത്തന്റെ വെള്ളാരം കണ്ണുകള്. അത് ഞാൻ ഇതിന് മുന്നേ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഉല്ലേ എടി, ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്? ഓ, അത് രക്ഷയില്ല. ആ ലെവലാതി പറഞ്ഞ് അത്ര പോരെന്ന്. ആര്? അവൻ തന്നെ, ആ വെള്ളാരം കണ്ടുള്ളവൻ. ഏതൊരുതണ്ടി. എന്നാ വാ പോകാം. ഒരു നെടുവീർപ്പ് ഇട്ടുകൊണ്ട് അവള് തിരിഞ്ഞു. എനിക്ക് കിട്ടാതിരുന്നതിനേക്കാൾ വിഷമം അവളുടെ ആ കവിത പാടിയിട്ടും ഏറ്റില്ലല്ലോ എന്നുള്ളതാണെന്ന് തോന്നുന്നു. പോകാൻ വരട്ടെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെന്നോ? അത്ഭുതം കൊണ്ട് അവളുടെ ശബ്ദം ഉയർന്നപ്പോ ബാക്കി അവിടെ ഇരിക്കുന്നവരും എന്നെ സൂക്ഷിച്ചു നോക്കി. ഇടി, ഇതുവരെ പുറത്തേക്ക് വന്നവരോട് ആരോട് ഇരിക്കാൻ പറഞ്ഞിട്ടില്ല, അവരൊക്കെ പോയി. നിന്നോട് ഇരിക്കാൻ പറഞ്ഞെങ്കിൽ ദാറ്റ് മീൻസ്? ചോദ്യവും ചോദിച്ചിട്ട് അവൾ എന്റെ മുഖത്തേക്ക് നോക്കുക. ശരിയാന്നല്ലോ.
ആ കണ്ണിന്റെ പുറകെ പോയതുകൊണ്ട് ഞാനത് ഓർത്തില്ല. ആത്മവിശ്വാസത്തോടെ ഇറങ്ങി വന്നവരെല്ലാം ഇപ്പൊ വീട്ടിലെത്തി കാണും. രക്ഷയില്ലെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി എന്നോട് മാത്രം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അതിനർത്ഥം? അവള് ചോദിച്ച ആ ചോദ്യം ഞാൻ സ്വയം ഒന്ന് ചോദിച്ചു. അതോടെ ചടപടയെന്ന് 2-3 നേർച്ചകൾ കൂടി പള്ളികളിലേക്ക് പോയി. അപ്പോ എന്റെ കവിത കൊണ്ട് പ്രയോജനം ഉണ്ടായി അല്ലേ മോളെ? ഷെയ്ഖാന് വേണ്ടി അവള് കൈ നീട്ടി പിടിച്ചോണ്ടിരിപ്പ. അവളെ നിരാശപ്പെടുത്താതെ കൈ കൊടുക്കുമ്പോഴും എന്റെ ചിന്തകൾ വണ്ടുകളെ പോലെ ആ കണ്ണുകൾക്ക് ചുറ്റും പാറുകയായിരുന്നു. എല്ലാരും കണ്ണുള്ള അലവലാതി. ആരവൻ? തുടരും. സേറയുടെ ഉത്തമ ഗീതം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക് യു. See you soon.